ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനം തുടരുകയാണ്. തുടർച്ചയായിട്ടുള്ള 4ാം മത്സരത്തിലും രാജസ്ഥാൻ പരാജയപ്പെട്ടു. പല മത്സരങ്ങളും വിജയത്തിന്റെ തൊട്ടടുത്തെത്തിയ ശേഷം രാജസ്ഥാൻ കളി കൈവിടുകയായിരുന്നു. ലക്നൗ സൂപ്പർ ജയൻസിനോട് 2 റൺസിനാണ് രാജസ്ഥാൻ തോറ്റത്. അനായാസം രാജസ്ഥാൻ ജയിക്കുമെന്ന് കരുതിയ മത്സരമാണ് അവസാനം ടീം തോൽക്കുന്ന നിലയിലേക്ക് എത്തിച്ചത്. രാജസ്ഥാന്റെ തോൽവിയിലും ഏവരും കൈയടിക്കുന്നത് യുവതാരം വൈഭവ് സൂര്യവംശിയാണ്. പ്രായം 14 മാത്രമാണെങ്കിലും അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഞെട്ടിക്കാൻ യുവതാരത്തിനായി. നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഷർദുൽ താക്കൂറിന് സിക്സർ പായിച്ചാണ് വലിയ തുടക്കം കുറിച്ചത്. 20 പന്തിൽ 2 ഫോറും 3 സിക്സറും ഉൾപ്പെടെ 34 റൺസാണ് നേടിയത്. പരിക്കേറ്റ നായകൻ സഞ്ജുവിന് പകരമാണ് ടീമിലേക്ക് എത്തിയത്. എന്തായാലും രാജസ്ഥാന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വൈഭവ് ജയ്സ്വാൾ കൂട്ടുകെട്ട് തുടരാനുള്ള സാധ്യതയുമുണ്ട്. സഞ്ജു സാംസൺ ടീമിലേക്ക് തിരിച്ചു വന്നാൽ 1 ഡൗൺ ബാറ്ററായി തുടരും. സഞ്ജു മടങ്ങിയെത്തുമ്പോൾ ടീമിന് ഫിനിഷർ ആകുന്നതാണ് നല്ലത്. നേരത്തെ മധ്യനിരയിലും കരുത്ത് കാട്ടുകയും ചെയ്തിട്ടുള്ള താരമാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ ടീമിന്റെ നിലവിലെ സാഹചര്യത്തിൽ വിശ്വസ്തനായ ഒരാളെ ഫിനിഷർ റോളിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് സഞ്ജു സാംസൺ തന്നെയാണ് ബെസ്റ്റ്. മധ്യനിരയിൽ ബാറ്റ് ചെയ്താൽ സഞ്ജുവിന് കുറച്ചുകൂടി അവസരം ലഭിക്കാനുള്ള സാഹചര്യവും കൂടുതലാണ്. നിലവിലെ സാഹചര്യത്തിലാണ് രാജസ്ഥാൻ റോയൽസിന് മികച്ചൊരു ഫിനിഷറിന്റെ ആവശ്യമായുള്ളത്. ടോപ്പ് ഓർഡർ മികച്ച പ്രകടനം നടത്തി വിജയത്തിന് അടുത്തേക്ക് എത്തിക്കുമെങ്കിലും വിജയത്തിലെ റൺസ് എത്തിക്കാൻ ഫിനിഷർമാർക്ക് സാധിക്കുന്നില്ല. ഹെഡ്മയറും ജുറലുമെല്ലാം വലിയ രീതിയിൽ പാടുകൾ തന്നെയാണ്. തോൽവികൾ അവർ കാരണമാണെന്നാണ് മൊത്തത്തിൽ ആരാധകരുടെ അഭിപ്രായം. നേരിടുന്ന ആദ്യ പന്ത് മുതൽ കടന്നാക്രമിച്ച് കളിക്കാൻ സഞ്ജുവിന് കഴിവുണ്ട്. നിലവിൽ രാജസ്ഥാൻ ടീമിന്റെ പ്രശ്നം മികച്ച ഫിനിഷർ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു മടങ്ങിയെത്തുമ്പോൾ ആ റോളിലേക്ക് വരണമെന്ന് തന്നെയാണ് ഏവരുടെയും ആവശ്യം. എന്നാൽ സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ഓപ്പണിംഗ് സഞ്ജുവിനേക്കാൾ ഉൾപ്പെടെ ഇന്ത്യൻ ടീമിൻ്റെയും കൂടെ ആവശ്യമാണ്. ഇന്ത്യൻ ടീമിൻ്റെ T20 ഓപ്പണറാണ് സഞ്ജു. എന്നാൽ IPL നിന്നും ആ സ്ഥാനത്ത് നിന്ന് മാറിയാൽ സഞ്ജുവിനെ പിന്നെ ആ ഇന്ത്യൻ ടീമിലുള്ള സാധ്യത നഷ്ടപ്പെടുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമല്ലാത്ത താരം IPL മാത്രമാണ് അല്ലാത്ത മത്സരങ്ങൾ കളിക്കുന്നത്. അതുകൊണ്ട് സഞ്ജു ഈ മത്സരങ്ങൾ കളിക്കേണ്ടത് സഞ്ജുവിനും അത്യാവശ്യമാണ്. സഞ്ജു രാജസ്ഥാന്റെ മധ്യനിരയിലേക്ക് മാറിയാൽ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് മറ്റൊരു താരം കടന്നു വരാനുള്ള സാധ്യതകളും ഏറെയാണ്. ഋതുരാജ് ഗെയ്ക്വാഡ്, അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ അടക്കമുള്ള താരങ്ങൾ ഇന്ത്യൻ ടീമിൽ സജീവമാണ്. അതോടൊപ്പം തന്നെ IPL 2025 സീസണിന്റെ കണ്ടുപിടുത്തങ്ങളായ പ്രിയാൻ ഷാരിൻ അടക്കമുള്ള താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് പലരും നോട്ടം വിട്ടിട്ടുമുണ്ട്. മാത്രമല്ല പ്രച്ചിമ്രൻ അടക്കമുള്ള താരങ്ങൾ മികച്ച പ്രകടനം കൊണ്ട് ഇന്ത്യൻ ടീമിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയുമാണ്. അതുകൊണ്ട് സഞ്ജു സാംസൺ ആ പൊസിഷൻ വിട്ടുകഴിഞ്ഞാൽ ടീമിന്റെ സ്ഥാനം പോകാനുള്ള സാധ്യതകളും ഏറെയാണ്.